ശബരി റെയിൽപാത വീണ്ടും ഉണരുന്നു. തടസ്സങ്ങളെല്ലാം നീങ്ങി ശബരി റെയിൽപാത വീണ്ടും ഉണരുമ്പോൾ കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് തീരുന്നത്. തലസ്ഥാനം വരെ 3 ഘട്ടമായി എത്തുന്ന പാതയുടെ ആദ്യ ഘട്ടമാണിത്. അങ്കമാലി എരുമേലി പാത തീർത്ഥാടകർക്ക് മാത്രമല്ല, മലയോര ജനതയ്ക്കും പ്രയോജനകരമാണ്. പാതയിലെ 14 സ്റ്റേഷനുകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും അറിയാം. ചരിത്രത്തിൽ ആദ്യമായാണ് റെയിൽവേ പദ്ധതിക്കായി ഒരു സംസ്ഥാനം പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഒരു സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാകുന്നത്. നേരത്തെ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ 5580 കോടി രൂപ കിഫ്ബി വഴിയും സർക്കാർ ചെലവഴിച്ചിരുന്നു. പാത യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് നൽകുമെന്ന് നിയമസഭയിൽ PS സുബാലിൻ്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി V അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കിയിരുന്നു. പദ്ധതി ചെലവിൻ്റെ 50% കിഫ്ബി ഫണ്ടിങ്ങിലൂടെ വഹിക്കാമെന്ന് 2021 റെയിൽവേ അറിയിച്ചതാണ്. അന്ന് 2815 കോടി രൂപയായിരുന്നു പദ്ധതി ചെലവ്. ഇപ്പോൾ 3800.9 കോടിയായി. റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ശബരിപാത കടന്നുപോകുന്ന ജില്ലകളുടെയും കളക്ടർമാരുടെയും യോഗം ബുധനാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഊർജിതമാക്കാനായി റവന്യൂ ഓഫീസുകളും മറ്റും പുനഃസ്ഥാപിക്കണമെന്ന് കളക്ടർമാർ ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ രൂപരേഖ മന്ത്രി കളക്ടർമാർക്ക് കൈമാറി.